السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله، لا يسوق الخير إلا الله. بسم الله ما شاء الله، ما كان من نعمة فمن الله. بسم الله ما شاء الله، لا يصرف السوء إلا الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، لا ند ولا مثل ولا مثيل له. وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبد الله ورسوله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني، يا سيدي يا رسول الله. خذ بيدي ما لي سواك ولا ألوي على أحد. مرادي يا مرادي يا مرادي، مرادي يا رسول الله مرادي. أحمد الله الولي صلى على خير النبي، باسم خير المنجلي يا سيدي خير النبي. الصلاة توبة طالبت منك يا شفيع المذنبين، ثوبي طاهر عن سواك سيدي خير النبي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أجمير വാഴും രാജാ, അജബാണ് എൻ്റെ ഖാജ. അണയുന്നവർ കൊളിവേകും അണയാത്ത സ്നേഹസിരാജ, അണയാത്ത സ്നേഹസിരാജ. ബഹുമാനമേറും ഗൗസ ബാവാ ഗരീബ് നവാസ,
ബറകാത്തിനായി കൈനീട്ടും ബശറുകൾക്കൊരു ദർവാസ, ബശറുകൾക്കൊരു ദർവാസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. قال الله عز وجل سبحانه وتعالى لا إله إلا هو. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ നാട്ടിലെ ബഹുമാന്യരായ ഖത്തീബ് ഉസ്താദ് അവറുകൾ, ബഹുമാന്യരായ സയ്യിദ് അവറുകൾ, മറ്റു നാട്ടിലെ ഉസ്താദുമാർ, നാട്ടിലെ കാരണവന്മാർ, വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പണ്ഡിതന്മാരെ. ഈ ജിലേബി എനിക്ക് വായിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് നോക്കാതെ പറയാത്ത നല്ല ഇത്താട്ടോ. ജിലേബി എന്ന് പറഞ്ഞാൽ മധുരമുള്ളൊരു സാധനമാണ് ഞങ്ങളുടെ നാട്ടില്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുറ്റപ്പെടുത്തിയല്ല. നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് എഴുത്ത്. പക്ഷെ വായിക്കാൻ കിട്ടാൻ അതുകൊണ്ട് അതി നോക്കി ആയിരുന്നു പറയാത്ത. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ പേര് വായിച്ച കുറെ ആൾക്കാർ, പേരുള്ളവരും പേരില്ലാത്തവരും എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മൾ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ ഇരുത്തം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാക്കി തരട്ടെ. ഖൽബ് നന്നാക്കി തരട്ടെ. നന്മ ഓരോ സെക്കൻഡ് കണക്ക് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. ചെറിയൊരു റിക്വസ്റ്റ്, ഈ കുപ്പായിട്ട കസാരം നിങ്ങൾ ഫില്ലാക്കിയാൽ വലിയ സന്തോഷം. ആ പ്രായമുള്ള ആൾക്കാർ അവരൊന്ന് പരിഗണിക്കണല്ലോ. ആദരിച്ചിട്ടാണ് ഇതിനെ കുറച്ച് കുപ്പായൊക്കെ ഇട്ടെടുത്ത് നല്ല മൊഞ്ചാക്കി വെച്ചത്. ഒന്ന് മുന്നേ കയറി നിങ്ങൾ മഞ്ഞു കൊള്ളണ്ടാച്ചിട്ടാണ് ഒരു പൂരി ഇൻഷാ അല്ലാഹ് പന്തലിട്ട് കൊടുത്ത് തന്നെ കയറി ഇരുന്നോളി. ഇനിയുണ്ട്, ഇവിടെയുണ്ട് കാരണന്മാരും ആലിമീങ്ങളും ഒക്കെ വേക്ക് പോയിരുന്നാൽ അല്ലാഹു തആല നമ്മുടെ ഈ നാടിന്റെ ഈ ആത്മീയ അന്തരീക്ഷം, സുന്നത്ത് ജമാഅത്തിന്റെ ഈ ശക്തിപ്പെടുത്തലും ഈ വെളിച്ചവും എന്നെന്നും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഈ പള്ളി ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഈ മജ്ലിസിന്റെ സന്തോഷം അല്ലാഹു എത്തിക്കുമാറാകട്ടെ. സുദീർഘമായൊരു ഭാഷണത്തിന് ഒരുങ്ങുന്നില്ല, സമയവുമില്ല, ആരോഗ്യം സമ്മതിക്കുന്നില്ല. അൽഹംദുലില്ലാ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു സമാധാനവും റാഹത്തും ഉണ്ട്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഖാജാ തങ്ങളെ അനുസ്മരിച്ച് അവിടുത്തെ ബൈത്ത് പാടിയ മൗലിദ് ചൊല്ലിയ സദസ്സാണ്. അതിന്റെ ഒരു കറാമത്ത് തന്നെ ഈ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളെ പറയുന്നിടത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങും എന്നുള്ളതിൽ സംശയമില്ലല്ലോ. ഈ നാട്ടിൽ ചെയ്ത സേവനങ്ങളും ഇവിടെ കാണിച്ച നല്ല നല്ല പ്രവർത്തനങ്ങളും അയവിറക്കുകയുണ്ടായി. അതിന് നേതൃത്വം ചെയ്ത ഒരുപാട് ആളുകളെ ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. നേരത്തെ ഇവിടെ വന്ന ഉസ്താദും പറഞ്ഞു, ഒരുപാട് ആളുകൾ സഹായിച്ച് സഹകരിച്ചിട്ടാണ് ഇത്തരം നല്ല നല്ല മജ്ലിസുകളൊക്കെ നടന്നു പോകുന്നത് എന്ന്. അള്ളാഹു എല്ലാവർക്കും വലിയ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഔലിയാക്കളോടുള്ള സ്നേഹം അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ ഇഷ്ടം വെച്ചപ്പോൾ അള്ളാഹു തആല ഒരുപാട് ആളുകൾ അവരെ
ഇഷ്ടം വെക്കാൻ ഇവിടെ സംവിധാനിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവരോട് അല്ലെങ്കിൽ ആകാശത്തുള്ളവരോട് മുഴുവനായും ആ മനുഷ്യനെ ഇഷ്ടം വെക്കാൻ അല്ലാഹു കൽപ്പിക്കുകയും തുടർന്ന് അല്ലാഹു തആല ഭൂമിയിലെ സർവ്വ നല്ല മനുഷ്യരുടെയും ഖൽബിൽ അയാളോട് മഹബ്ബത്തിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതാണ് മനുഷ്യരുടെ ഖൽബിൽ നല്ല നല്ല വ്യക്തികളോടുള്ള സ്നേഹം അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്നത്. ആകാശ ലോകത്തുള്ളവർ അവരെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ അടയാളമാണ്. നേരത്തെ ഉസ്താദ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി മഹാനായ സുൽത്താനുൽ ഉലമയെ. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം കഴിഞ്ഞു വന്നവരാണ്, ഏതെല്ലാം കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു വന്നവരാണ്, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചതാണ്, ഏറെ മുള്ളു നിറഞ്ഞ പാതയിലൂടെ കഴിഞ്ഞുപോയ എത്രയെത്ര വർഷങ്ങൾ. ഇന്ന് നേരെ കുരച്ച് ചാടിയവരും എല്ലാവരും മാലയിട്ട് സ്വീകരിക്കുന്നതും സിന്ദാബാദ് വിളിക്കുന്നതും ആശീർവാദങ്ങൾ അറിയിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ. അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഉയർത്താൻ വിചാരിച്ചാൽ ഒരാൾക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നതിന്റെ വലിയ തെളിവാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് തങ്ങളോട് അല്ലേ പറഞ്ഞത്, മുആദേ ശ്രദ്ധിക്കോ, ഞാൻ പറയുന്ന വാക്ക് നല്ലോണം ശ്രദ്ധിച്ചോ. നിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾ നിനക്ക് എതിരായാലും അല്ലാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ പേടിക്കണ്ടട്ടോ. ഒരാളും നിനക്ക് അനുകൂലമായി സപ്പോർട്ടായി ഇല്ല എന്നാലും അല്ലാഹു നിന്റെ കൂടെയുണ്ട് എങ്കില്, അല്ലാഹു നിന്റെ കൂടെയുണ്ട് എങ്കില് എവിടെയും നീ തളരൂല, തകരൂല. നേരെ തിരിച്ചാണെങ്കില് അല്ലാഹു നിന്റെ കൂടെയില്ല. സർവ രാഷ്ട്രീയക്കാരും സർവ ചിന്തകരും സർവ സമ്പന്നരും സർവ ഉദ്യോഗസ്ഥരും സർവ സ്വാധീനങ്ങളും നിന്റെ കൂടെയാണ്. പക്ഷേ അല്ല നിന്നെ വിട്ടതാണ്, വിജയിക്കൂല. എത്ര നല്ല ഗൗരവമേറിയ വാക്കാണ്. നമ്മുടെ ഖൽബിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട വിശ്വാസമാണ്. ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖദൈത് വലാ മുബദ്ദില ലിമാ ഹകംത്. 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ട വാക്ക് വല്ലാത്ത അർത്ഥമുള്ള വാക്ക്. പടച്ചവനെ, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ വേറെ ആരുമില്ല അല്ലാഹ്. നീ നൽകാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ഒരു കുഞ്ഞിനും കഴിയൂല റബ്ബേ. ഈ അർത്ഥം ചിന്തിച്ചിട്ട് പറയാൻ നമുക്ക് കഴിയണം. ഇതൊരു വിശ്വാസിയുടെ ഖൽബകത്ത് എഴുതി വെക്കേണ്ടതാണ്, ഉറപ്പിക്കേണ്ടതാണ്. എനിക്ക് എന്തെല്ലാം കിട്ടിയോ കുല്ലും മിനല്ലാഹ്, എന്തെല്ലാം എന്നിൽ നിന്ന് പോയോ, നഷ്ടപ്പെട്ടു പോയത് എത്രയാണ്. കച്ചവടം പൊട്ടിപ്പോയി ഉസ്താദേ, മക്കൾ മരിച്ചുപോയി ഉസ്താദേ, എന്തോ ഒരു സന്തോഷത്തില് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എല്ലാം പൊലിഞ്ഞുപോയി. ഇന്ന് വാടക വീട്ടിലാണ്. സങ്കടങ്ങളേറെ പറയുന്നവരുണ്ട് മോനെ. അല്ലാഹുവാണ് എല്ലാം നൽകുന്നവൻ, അല്ലാഹുവാണ് എല്ലാം തിരിച്ചെടുക്കുന്നവൻ. നൽകിയതല്ലേ അവൻ എടുത്തിട്ടുള്ളൂ, പിടിച്ചു വെക്കാൻ നമുക്ക് ആവതില്ലല്ലോ. അല്ലാഹു എല്ലാം തീരുമാനിക്കുന്നവനാണ്. ഉറച്ച വിശ്വാസം ഖൽബിലുണ്ടാകണം. പരാതിയോടെ നടക്കരുത്. ശികായത്ത് പറഞ്ഞ് വല്ലാതെ ഈ ആളുകളോട് ശികായത്ത് പറഞ്ഞ് നടക്കരുത്. ഉറച്ച വിശ്വാസം ഖൽബിലൂട്ടലാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം. അത് മഹബ്ബത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം അങ്ങ് കയറിയാൽ പിന്നെ അവൻ എന്തെന്ന് ചെയ്താലും അതിൽ പരാതി ഉണ്ടാകൂല. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. ഗൗസുൽ ആദമിന്റെ കഥ, അവിടുത്തെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഏറെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. എത്രയാണ് പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. പോകട്ടെ, അമ്പിയാക്കളിലേക്ക് കടന്നാലും നമുക്ക് ഏറെ വായിക്കാൻ കഴിയുമല്ലോ. ഏറെ ഇഷ്ടപ്പെട്ടവരല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹു അങ്ങോട്ടും അങ്ങോട്ട് തിരിച്ചും അല്ലാഹു
ഇഷ്ടം വെച്ചവരാണല്ലോ. ആ അമ്പിയാക്കൾ അനുഭവിച്ച യാതനകളെക്കാൾ വേദനകളെക്കാൾ വലിയ സങ്കടം സഹിച്ചവര്, പ്രയാസം അനുഭവിച്ചവര് വേറെ ഉണ്ടോ മുഅ്മിനേ? ഇല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് വ ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാ സഹിച്ചത്, എത്ര വേദനയാ സഹിച്ചത്, എത്രയാ വിഷമിച്ചത്. പിറന്നു വീണ നാട്ടിൽ നിന്ന് വരെ നാട് വിടേണ്ടി വന്നല്ലോ, ഏറുകൊള്ളേണ്ടി വന്നല്ലോ, ശഅബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നല്ലോ. എത്രയാണ് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ആ പഴയ കാലം മുത്തുനബി തങ്ങൾ സഹിച്ച സഹനം എത്രയാ. അല്ലാഹു പരീക്ഷിച്ചതാണ്, ക്ഷമയോടുകൂടെ നേരിട്ടതാണ്. റബ്ബിന്റെ ഇഷ്ടം കിട്ടിയാൽ ചിലപ്പോൾ അല്ലാഹു അങ്ങനെയാണ്. സന്തോഷം തരാം, സന്താപം തരാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറെക്കാലം സന്തോഷത്തോടെ സൗകര്യത്തോടെ മക്കളെ കൂടെ സമ്പത്തിലായി ആരോഗ്യത്തോടുകൂടെ കഴിഞ്ഞതാണല്ലോ. പിന്നെയല്ലേ റബ്ബ് പരീക്ഷിച്ചത്. ആരോഗ്യം അല്ല എടുത്തു കളഞ്ഞു, മക്കളിട്ടേച്ചു പോയി, സമ്പത്തെല്ലാം ഇല്ലാതായി പോയി. കൂടെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയല്ലാതെ വേറെ ആരുമില്ലാത്ത അവസ്ഥയെത്തിയല്ലോ. നീണ്ട 13 കൊല്ലം, അല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ 8 കൊല്ലം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗമായി സഹിച്ചത്, ക്ഷമിച്ചത്. അവസാനം ദിക്റിനെ വരെ മുടക്കം വരുന്ന അവസ്ഥയെത്തിയപ്പോഴാണല്ലോ റബ്ബി അന്നീ മസ്സനിയദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്ക് ചെറിയ പ്രയാസമുണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട്, എത്രയാണ് സഹിച്ചത്. കുറെ ക്ഷമിച്ചു, സഹിച്ചു. പരാതി ആരോടും പറഞ്ഞില്ല, അല്ലാഹുവിനോടും പരാതി പറഞ്ഞില്ല. അവസാനം റബ്ബേ, ഇബാദത്തിന് വരെ തടസ്സം വരുമെന്ന് ഭയപ്പെട്ടപ്പോഴാണ് ഒന്ന് പറഞ്ഞത്. ആ പറച്ചിലിന്റെ ശൈലി തന്നെ നോക്കൂ നിങ്ങൾ. അന്നീ മസ്സനിയദ്ദുർ, എനിക്കൊരു പ്രയാസം വന്നിട്ടുണ്ട് റബ്ബേ. വ അൻത അർഹമുർ റാഹിമീൻ. നീ വലിയ കാരുണ്യവാനാണല്ലോ അല്ലാഹ്, നീ വലിയ സ്നേഹമുള്ളവനാണല്ലോ റബ്ബേ. നിന്റെ വലിയ റഹ്മത്ത് എത്രമേൽ വിശാലമാണല്ലോ അല്ലാഹുവേ. ഈ പ്രയാസത്തിൽ പെട്ട ഞാൻ ഇന്നെ വല്ലാതെ സമ്മതിക്കാണ്. അൻത അർഹമുർ റാഹിമീൻ. വേറെ വർത്താനൊന്നുമില്ല, പിന്നെ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അത്ര മതി. അമ്പിയാക്കളെ ദുആന്റെ ശൈലിയൊക്കെ എങ്ങനെയാണ് ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. പടച്ചോനെ, അക്രമം ചെയ്തു പോയി, അപാകത വന്നുപോയി, അവിടുത്തെ വിനയത്തിന്റെ വർത്തമാനമാണ്. ചെറിയ തെറ്റാണെങ്കിലും ചെറിയ പോരായ്മയാണെങ്കിലും അള്ളാഹുവിനെ കടുത്ത ആളുകൾ അത് വലിയതായിട്ട് കാണാണ്. അങ്ങനെ പറയുന്ന പറച്ചിലാണ് റബ്ബനാ ളലംനാ അൻഫുസനാ. ശരീരത്തോട് അക്രമം ചെയ്തു പോയി റബ്ബേ. സ്വർഗലോകത്തുനിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞ ഗനി കഴിച്ചതാണ്. സ്വർഗലോകം തക്ലീഫിന്റെ ലോകമല്ലല്ലോ, തക്ലീഫിന്റെ ലോകമല്ലല്ലോ, ശിക്ഷയും നന്മയും കുറ്റവും എഴുതപ്പെടുന്ന ലോകമല്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗനി കഴിച്ചതിന്റെ സങ്കടം കൊണ്ടാണല്ലോ ഭൂമിയിൽ ഏറെക്കാലം നടന്ന ദുആ ചെയ്തത്, പൊട്ടിക്കരഞ്ഞത്. പടച്ചോനെ, അക്രമം വന്നുപോയി അല്ലാഹ്. ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോയതാണ്. നീ എനിക്ക് മാപ്പ് ചെയ്തില്ലെങ്കിൽ, എന്നോട് കരുണ ചെയ്തില്ലെങ്കിൽ അല്ലാഹ്, ഞാൻ പരാജിതനായി പോകുമല്ലോ റബ്ബേ. അതിന്റെ അർത്ഥം നിന്റെ കരുണ എനിക്ക് വേണം, നിന്റെ മഗ്ഫിറത്ത് എനിക്ക് വേണം, എന്നാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന്. അതതിന്റെ ഉള്ളിലുള്ള മഫ്ഹൂമാണ്.
അത് മന്തൂക്കായി വന്നില്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ദുആയാണ്. അത്ര മതി, ഒരേ നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. റബ്ബിനോട് അങ്ങ് പറഞ്ഞാൽ തന്നെ റബ്ബിന് വല്ലാതെ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മളെ ഖൽബ് തട്ടിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാഹുവിലേക്ക് കൈമലർത്തുന്ന ദുആഇന്റെ ശൈലിയാണ് അമ്പിയാക്കളുടെ ശൈലിയാണിത്. അവരുടെ മഹബ്ബത്ത് എത്രയാണ് അല്ലാഹുവിനോട്, എത്രമേൽ അടുത്തവരാണ് അവര്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ ഏറെ നബിമാർ അല്ലാഹു തആല പലതുകൊണ്ടും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ. എത്ര നബിമാരാണ് കൊല ചെയ്യപ്പെട്ടത്, എത്ര രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ അവരുടെ കീഴ്പ്പെടേണ്ടി വന്നത്, അവരുടെ വാളിനിരയാകേണ്ടി വന്നത്, എത്ര പേരാണ് കൊല ചെയ്യപ്പെട്ടത്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകളല്ലാത്തത് കൊണ്ടല്ലല്ലോ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഓ എന്റെ ഉമ്മമാരെ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, രോഗങ്ങൾ അടിക്കടി വരുമ്പോഴേക്ക്, കുടുംബത്തിൽ ഒരാൾ കഴിഞ്ഞ അടുത്താക്ക് പിന്നെയും, അത് കഴിഞ്ഞ പിന്നെയും ഹോസ്പിറ്റല്, ഇങ്ങനെ തുടരുന്ന രോഗം വരുമ്പോഴേക്ക് എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ, ഞങ്ങൾ എവിടെയോ നേർച്ച പോകാത്തവരാളെ പോലെ, ഞങ്ങൾ നന്മ ചെയ്യാത്തവരെ പോലെ നിസ്കരിക്കാറുണ്ടല്ലോ, ഞങ്ങള് സ്വതഖ ചെയ്യാറുണ്ടല്ലോ, സ്വലാത്ത് മുടക്കാറില്ലല്ലോ, ഖാജാ തങ്ങളെ മദ്ഹ് പറയുന്നവരാണല്ലോ, ദീനിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണല്ലോ. എന്തെല്ലാം ചെയ്തിട്ടും എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ? ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നേ, അതാണ് ഇതുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊന്നും ആവേണ്ടവരല്ലല്ലോ എന്ന് ഇബ്ലീസുൽ ലഈന ഖൽബിലിട്ട് തരുന്ന ദുശ്ചിന്തയാണ്. ഉമ്മമാരെ, പറഞ്ഞു പോകല്ലേ, ചിന്തിച്ചു പോകല്ലേ. അല്ലാഹു തരുന്ന പരീക്ഷണമാണ്. സ്വബ്ർ വേണേ. ലിൽ മുഅ്മിനി കുല്ലുഹു ഖൈർ ഇദാ സാബതുഹു സറാ ശകർ വഇന്ന സാബതുഹു ളറാ സബർ. മുഅ്മിനായ മനുഷ്യൻക്ക് മുഴുവനും നന്മയാണ്. സന്തോഷം വന്നാൽ അവൻ നന്ദി ചെയ്യുന്നവനാണ്, സങ്കടം വന്നാൽ അവൻ ക്ഷമിക്കുന്നവനാണ്. ഏത് സന്തോഷ സമയത്തും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവനാണ് അവന്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. മുഅ്മിനീങ്ങൾ അടയാളം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും അവർ ചെലവഴിക്കുന്നവരാണ്. നല്ലോണം സ്വതക്ക കൊടുക്കും. മക്കളെ കിട്ടിയപ്പോൾ അവൻ സ്വതക്ക ചെയ്തു, അഖീഖ അറുത്തു, മാംസം വിതരണം ചെയ്തു, നാലാളെ വിളിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. നിക്കാഹ് നടന്നപ്പോഴും വലീമത്ത് കൊടുത്തു, സുന്നത്താണല്ലോ. നല്ല വീട് കൂടിയിരുന്നപ്പോൾ സന്തോഷം കൊണ്ട് എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്തു, സ്വതക്ക ചെയ്തു. മൗലിദ് ചൊല്ലി നേർച്ച കഴിച്ചു, സന്തോഷത്തോടെ എല്ലാവർക്കും സ്വതക്കയും നൽകി. സന്തോഷമുണ്ടായപ്പോൾ അവൻ നന്മ ചെയ്യുന്നവൻ, സ്വതഖ ചെയ്യുന്നവനാണ്, ചെലവഴിക്കുന്നവനാണ്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കടം കൊണ്ട് വിഷമിക്കാണ് ഉസ്താദേ. അതുകൊണ്ട് ഞാനിതാ അജ്മീർ മൗലിദിലേക്ക്, സ്വലാത്തിന്റെ വാർഷികത്തിലേക്ക് ഇത്ര സംഭാവന ചെയ്യുന്നു. ആ സംഭാവന എന്തിനാണ്? എന്റെ പ്രയാസം നീങ്ങാനാണ്. അതും കടാക്കരുത് കേട്ടോ. അതും കടാക്കുന്ന ആൾക്കാർ. എന്നാലും വല്യമ്മ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തയച്ചെന്ന് അത്ര. ഭർത്താവിന്റെ കടം വാങ്ങാൻ, കടം നീരാൻ വേണ്ടിയിട്ടാണ് 1100 റുപ്യ സംഭാവന ചെയ്തത്. അപ്പൊ എപ്പോഴാ കിട്ടുക? പയ്യെ തരണ്ട്, ഇപ്പല്ല പയ്യെ തരണ്ട്. എപ്പോഴാ കിട്ടുക? അല്ലാഹു അല. അതും ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, വാഗ്ദത്വം പറഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തേക്കേ ഇല്ല. ഇന്നലെ തന്നെ ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടോ, എനിക്ക് ആൾക്കാർ വാഗ്ദത്വം ചെയ്തതൊക്കെ തരികയാണെങ്കിൽ, സ്ഥാപനത്തിന്റെ മേധാവിയാണ്, ആളുകളൊക്കെ വാഗ്ദത്വം ചെയ്തത് തരികയാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ് കിട്ടാണ്ട്. ആലോചിക്കുക നിങ്ങള്. വെറുതെ പറയല്ല, കാര്യം തമാശ പറയല്ല. വല്ല സദസ്സില് ഭയങ്കര സംഭവമാക്കിയിട്ടാണ്ട് ഏൽക്കും. ഗൾഫ് പോകുമ്പോ ആ സ്ഥലങ്ങൾ അത് നമ്മളേറ്റു, എല്ലാം നമ്മളേറ്റു. പിന്നെ കിട്ടൂല, വഴിക്കന്നെ ഉണ്ടാവൂല, വിളിക്കൂല, ഉത്തരവാദിത്വം ഇല്ല. വാക്ക് പാലിക്കാതെ നടക്കുന്നത് ആരടയാളാണ്? മുനാഫിഖിന്റെ അടയാളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞാട്ടോ, അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞത് വാക്ക് പാലിക്കുന്നവരാകണം. സ്വതഖ ചെയ്യണം. ഏത് സമയത്തെല്ലാം സന്തോഷം ഉണ്ടാകണ സമയത്തും പ്രയാസം ഉണ്ടാകണ സമയത്തും
നമ്മൾ സ്വതക്ക ചെയ്യണം. ഇപ്പൊ തീരെ പെയ്യ 5 പൈസന്റെ പകൽ ഇപ്പൊ ഒന്ന് വരില്ലേ, പോ റമദാന വരാൻ പോണത്. ഈ വർഷത്തെ ബിസിനസിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇപ്പൊ ആരും ഇങ്ങോട്ട് പിരിവിന് വരണ്ട. കഴിഞ്ഞ വർഷം എത്ര കഴിഞ്ഞില്ലെങ്കിൽ ഇപ്രാവശ്യം എത്ര ഉള്ളത് അതിനനുസരിച്ച് കൊടുക്ക്. അപ്പോഴേ അല്ലാഹു വർധനവ് തരുകയുള്ളൂ. നീ നന്ദി ചെയ്യേ, അപ്പോഴാണ് അതിന് വർധനവ് ലഭിക്കുകയുള്ളൂ. ഉള്ളതുപോലെ നീ സ്വതഖ ചെയ്യേ. പ്രയാസമുണ്ടാകുമ്പോഴും, ഹോസ്പിറ്റലിലാണ്, രോഗം വന്നിട്ട് ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിൽ 10,000 ചെലവഴിക്കാനും മോൻക്ക് പ്രയാസമില്ല. ആ സമയത്ത് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഇൽമിന്റെ സ്ഥാപനത്തിലേക്ക്, പള്ളിയിലെ സ്വലാത്ത് മജ്ലിസിലേക്കൊന്ന് നേർച്ചയാക്കാനും മനസ്സിൽ നന്മയാർന്ന വിഷയത്തിലേക്കൊന്ന് കരുതാൻ നമ്മുടെ ഖൽബ് മുന്നോട്ട് വരണം. ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു സ്വതഖ, നന്മയാർന്ന വിഷയത്തിലേക്ക് ഒരു ഹദിയ നമ്മൾ മാറ്റിവെക്കല്, അത് വലിയ കാവലാണ്, വലിയ പ്രൊട്ടക്ഷനാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ ലൈഫ്. സന്തോഷം വന്നാലും സന്താപം വന്നാലും അവൻ അല്ലാഹനെ മറക്കുന്നവനല്ല, ചീത്ത പറയുന്നവനല്ല, പരാതിപ്പെടുന്നവനല്ല. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ ലോകം. അവർ അല്ലാഹനെ മഹബ്ബത്ത് വെച്ചവരാണ്, ഖൽബിൽ റബ്ബിനെ കൊണ്ടു നടന്നവരാണ്. ഇഷ്ടമങ്ങ് കയറിയപ്പോ പിന്നെ ഈ ദുനിയാവിന്റെ പ്രയാസങ്ങളൊന്നുമല്ല പ്രയാസമായി തോന്നുന്നില്ല. ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടം വെച്ച റബ്ബിന്റെ അടിമകള്, ഈമാനുള്ളവര് അല്ലാഹുവെ മാത്രം കൊള്ളടോ, മറ്റുള്ളതെല്ലാം നീ തള്ളടോ. അല്ലാഹ് ഉണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നും ഇല്ലടോ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു. لا إله إلا الله محمد رسول الله. ഔലിയാക്കൾക്ക് പേടിയില്ലെന്ന് സൂക്തം ഖുർആനിനില്ലടോ. ഹബ്ബ് തന്നെയാണോർക്ക് പേടിയും ഹബ്ബും രണ്ടല്ല ഒന്നടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരെ ഖൽബിൽ അല്ലാഹുവിനോട് മഹബ്ബത്താണ്. മഹബ്ബത്ത് കയറിയിട്ടുള്ള നിസ്കാരാണ്, മഹബ്ബത്ത് കയറിയിട്ടുള്ള ഉറക്കാണ്, ഉണർവാണ്. ചെയ്തികൾ മുഴുവനും മഹബ്ബത്തിലാണ്. എന്ത് തന്നെ കണ്ടാലും അവർ അല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. അത് ഔലിയാക്കളെ ലോകമാണ്. അതിലേക്ക് എത്തി നടന്ന മഹാനാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ച മൗലിദ് ചൊല്ലിയ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി സഞ്ചരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ ഹുബ്ബിലായി വഫാത്തായി എന്ന നെറ്റിത്തടത്തിൽ തിളക്കമാർന്ന രൂപത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ റജബിലെ പൊന്താരി, റജബിൽ വിട പറഞ്ഞു പോയ ഇന്ത്യയുടെ സുൽത്താനായി അതാഉർ റസൂലായി നമുക്ക് കിട്ടിയ വല്ലാത്ത നക്ഷത്രം അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ മദദ് നമ്മുടെ സദസ്സിൽ അല്ലാഹു ചൊരിയുമാറാകട്ടെ. അവിടുത്തെ ബറകത്ത് കൊണ്ട് എന്തെല്ലാം ഖൈറായ മുറാദ് നമ്മുടെ ഖൽബിലുണ്ടോ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ.
അജ്മീറായിട്ടൊക്കെ ഏറെ ബന്ധമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ സുഖൈബ് ഉസ്താദിനെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയതും അജ്മീർ നേർച്ചയിലാണ്. അൽഹംദുലില്ലാ ഇവിടുന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇവിടുന്ന് തൗഫീഖ് ഉണ്ടേ കാണാം. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഖാജാ തങ്ങൾ എത്ര വലിയ മഹബ്ബത്ത് വെച്ചതിന്റെ വലിയ അടയാളങ്ങൾ അനുഭവങ്ങൾ ഉസ്താദിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഔലിയാക്കൾ അങ്ങ് സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ നമ്മൾ അങ്ങ് പുലുകിയാൽ നമുക്ക് കിട്ടുന്ന മദതും അതിന്റെ നസുറും വേറെ ഒരു വഴിയാണ്. അത് വേറെ റൂട്ടാണ്. ഉസ്താദിന്റെ റൂട്ട് കേട്ടോക്കുമ്പോ വല്ലാത്ത അത്ഭുതവും സന്തോഷമാണ്. അവിടുന്ന് ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിന്റെ പോസ്റ്റർ വരെ പ്രകാശനം ചെയ്യല് ഖാജാ തങ്ങളുടെ ദർബാറിൽ വെച്ചിട്ടാണ് അത്രേ. അൽഹംദുലില്ലാ എന്റെ വന്യരായ ഉസ്താദ് സയ്യിദ് അബ്ദുല്ലാ ഹബീബുർ റഹ്മാൻ അൽ ബുഖാരി അല്ലാഹുവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുന്ന് പറയാറുണ്ട്, ഏത് നല്ല നല്ല സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുമ്പോഴും ഒന്നിരിക്കൽ ഖാജായുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ആരംഭിക്കും, അല്ലെങ്കിൽ അവിടുത്തെ മൗലിദും നേർച്ചയും കഴിച്ചിട്ട് ഫാത്തിഹ യാസീൻ ഓതിയിട്ടല്ലാതെ ഒന്നും തുടങ്ങാറില്ല. പോകാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഖാജാ തങ്ങളെ പിടിച്ചവരെവിടെയും കൊടങ്ങിയിട്ടില്ല, ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷവും അൽഹംദുലില്ലാ അതായിരിക്കും. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന്റെ മജ്ലിസും ഖാജാ തങ്ങളുടെ അവിടുത്തെ ഉറൂസും അവിടുത്തെ മഹത്വം പറഞ്ഞ സദസ്സുമാണല്ലോ. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, ഒരുപാട് വിഷമങ്ങളോട് മനസ്സിൽ ഇവിടെ നിയ്യത്താക്കി വന്നിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട എന്റെ കൂടെ വന്ന ഹാജൂർ ഹാജി, അള്ളാഹു എവിടേക്കൊക്കെ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ അല്ലാ. കാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ടും നല്ല സദസ്സല്ലേ ഞാനും വരുന്ന് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അള്ളാഹുവേ നീ ആഫിയത്ത്, അങ്ങനെ തുടങ്ങി ഞങ്ങളെ വേദന സഹിക്കുന്നവരിലൊക്കെ നീ ശിഫാ നൽകണേ റഹ്മാനെ. കാമിലായ ആഫിയത്ത് നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നീട്ടി തരണേ അല്ലാ. വേദിയിൽ പ്രായം ചെന്ന ഒരുപാട് ഉമറാക്കള്, നേതാക്കന്മാര്, അല്ലാഹുവേ നിന്റെ ത്വഅത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല ഹുബ്ബുള്ളവരായി മാറണം. ഈ ഔലിയാക്കളെ ലോകം നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഖൽബിൽ അല്ലാഹുവിനോട് അവന്റെ റസൂലിനോട് മഹബ്ബത്തുണ്ടായി മാറണം. അങ്ങനെ ഒരു ഹുബ്ബ് കടന്നാൽ പിന്നെ വേറെ ഒരു ദുന്യവിയായ പിശകിലും ഒരു ചതിയിലും നമ്മൾ പെട്ടുപോകൂല. എല്ലാം റബ്ബിലേക്ക് ലയിച്ചു പോകും, എല്ലാം അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള വ്യഗ്രതയിലായിരിക്കും. പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. റോഡ് അരികിലൂടെ ഈ പാട്ടും പാടി നടന്ന ഒരു മസ്താൻ, റോഡിലൂടെ ഈ പാട്ടും പാടി നടന്ന മസ്താനെ വിളിച്ചിട്ട് നാട്ടുകാര് പറഞ്ഞു, പെണ്ണെട്ടി തരാം, കാശില്ലാത്തതിന്റെ പേരിലൊന്നും ബേജാറായി പാട്ടൊന്നും പാടണ്ട, പെണ്ണൊക്കെ ഞങ്ങൾ കെട്ടിച്ചു തരാമെന്ന്. മക്കളെ, നിങ്ങൾ ഉദ്ദേശിച്ച പെണ്ണല്ല ഞാൻ ഉദ്ദേശിച്ച പെണ്ണ്, നിങ്ങൾ ഉദ്ദേശിച്ച കാശല്ല ഞാൻ ഉദ്ദേശിച്ച കാശ്. ഞാൻ ഉദ്ദേശിച്ചത് സ്വർഗത്തിലെ പെണ്ണാണ്, അള്ളാന്റെ സ്വർഗലോകമാണ്, അള്ളാനെ പുൽകലാണ്. കാശില്ല എന്ന് പറഞ്ഞത് അമലില്ല, അള്ളാനെ പുൽകാൻ, സ്വർഗം വാങ്ങാൻ, അവിടുത്തെ അനുഭൂതികളും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ എന്റെ കയ്യിൽ ചരക്കില്ല. അമല് കുറഞ്ഞ സാധുവാണ് ഞാനെന്നാണ് എന്റെ വാക്കിന്റെ ധ്വനിയെന്നാണ്. ഇത് ലോകം വേറെയാണ്, ഔലിയാക്കളെ ലോകമാ. ഖൽബ് മഹബ്ബത്ത് വെച്ചപ്പോൾ വരുന്ന വർത്തമാനമാണ്. റാബിഅത്തുൽ അദവിയ്യ, ഉമ്മമാരെ കേട്ടിട്ടില്ലേ മഹദിയുടെ പേര്? ചൊല്ലിക്കോ, റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹാ. നാലാമതായി പിറന്ന മഹദിയാണ്, അതുകൊണ്ട് റാബിയ എന്ന് പേര് വെച്ചതാണ്. അതേ വഴിയരികിൽ യാത്രാ മധ്യേ പിടിക്കപ്പെട്ട് വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കേണ്ടി വന്നു, അടിമയായി നിൽക്കേണ്ടി വന്ന
ഘട്ടമുണ്ട്. ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, രാത്രി ഉറക്കൊഴിച്ചിട്ട് ഇബാദത്ത് ചെയ്യണമെന്ന് വല്ലാത്ത പൂതിയുണ്ട്. പക്ഷേ പിറ്റത്തെ പകല് ജോലി ചെയ്യാനുള്ളതാണല്ലോ. രാത്രി മുഴുവനും ഉറക്കൊഴിച്ചാൽ പകല് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. സങ്കടം റബ്ബിന്റെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, ഒരു മുഹിബ്ബിന് എങ്ങനെയാണ് രാത്രി ഉറങ്ങി തീർക്കാൻ കഴിയല്? നിന്റെ വലിയ കാരുണ്യവും റഹ്മത്തും ചൊരിയുന്ന ഈ വല്ലാത്ത നിമിഷം, ഈ അത്താഴ സമയം, ഈ രാത്രി സമയം, സർവചരാചരങ്ങളും ഉറങ്ങിക്കിടക്കുന്ന സമയം, ഞാനും എന്റെ റബ്ബും അടക്കം പറയാൻ പറ്റുന്ന നല്ല ഒരു സമയം. എങ്ങനെയാണ് ഈ റാബിയ ഉറങ്ങല്? ഉറങ്ങാൻ പൂതിയില്ല. പക്ഷേ അല്പമെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ക്ഷീണം മാറ്റിയിട്ടില്ലെങ്കിൽ, നാളെ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയാതെ വരുമല്ലോ റബ്ബേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉറങ്ങുന്നത്. അല്ല എങ്കിൽ രാത്രി മുഴുവനും ഞാൻ ഇബാദത്ത് ചെയ്യുമായിരുന്നേ. മാപ്പു തരണേ അല്ലാഹ്. രാത്രി എണീറ്റിട്ട് റാബിയ ബീവിയുടെ ദുആയാണ് ഉമ്മ. തഹജ്ജുദ് മുടങ്ങാറുണ്ടോ നമുക്ക്? നിസ്കാരം കിട്ടാറുണ്ടോ നമുക്ക്? സുബ്ഹി വാങ്ങിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് എണീറ്റിട്ട് നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ കിടപ്പാടത്തിൽ നിന്ന് എണീക്കാൻ മനസ്സ് വരാറുണ്ടോ നമുക്ക്? മഹദിമാരെവിടെയാണ്? നമ്മളെവിടെയാണ്? മഹാന്മാരെ ലോകം എവിടെയാണ്? അവരെ സ്റ്റാൻഡ് എത്ര മുന്നിലാണ്? നമ്മൾ എത്ര പാവങ്ങളാണ് റബ്ബേ. ആ മഹാന്മാരെ മഹദിമാരെ ബറകത്ത് കൊണ്ട് ഞങ്ങൾക്കും ഖൈറാണ് തൗഫീഖ് നൽകണേ അല്ലാഹ്. റാബിയ ബീവി അവിടുത്തെ റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണ് നിറച്ച് ഖൽബ് പിടിച്ച് ദുആ ചെയ്യുന്നത് റൂമിന്റെ പുറത്തു നിന്ന് യജമാനൻ കേൾക്കുകയാണ്. പിറ്റേ ദിവസം ഇറങ്ങി വരുമ്പോ റാബിയ ബീവിയുടെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്നു, മോളെ, നിന്നെ ഇന്ന് മുതൽ ഞാൻ സ്വതന്ത്രയാക്കുകയാണ്. ഇന്നലെ നിന്റെ ദുആ ഞാൻ കേട്ടതാണ്. നീ സ്വതന്ത്രയാണ്. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ എന്റെ ചെലവിൽ കഴിയാം, ഇവിടെ തന്നെ കഴിഞ്ഞ ഇബാദത്തു ചെയ്യാം. അല്ല എങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. എന്തു വേണം? ഇവിടെ തന്നെ ജീവിക്കണോ? ഞാൻ ചെല്ലാം, എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചോളൂ. അല്ല എങ്കിൽ വീട്ടിലേക്ക് പോകാം. എന്ത് വേണം? നിങ്ങൾ ഒപ്പീനിയൻ എന്താണ് വേണ്ടത്? മഹദി പറഞ്ഞു, ഞാൻ പോയിക്കോളാം. എന്താണ് അവരാഗ്രഹം? എനിക്ക് രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ കഴിയണില്ല, കല്യാണം വരെ കഴിക്കണില്ല. എന്തേ? എനിക്ക് വേറെ ആളെ കൽബിൽ ഇനി കയറ്റാൻ കഴിയണില്ല. അള്ളാഹു കയറിപ്പോയതാണ്. മഹബത്തിന്റെ ഒരു ലോകം നോക്കി നിങ്ങള്, മഹബത്തിന്റെ ഒരു ലോകം നോക്കി നിങ്ങള്. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ കൽബിലേക്ക് എന്താണ് മഹബത്ത് കയറാത്തത്? എന്താണ് ആ ഇഷ്കിന്റെ ലോകം അനുഭവിക്കാൻ കഴിയാത്തത്? നിസ്കാരത്തിലെ മടുപ്പ് വരുന്നത്, ഖുർആൻ ഓതുമ്പോഴേക്ക് ഉറക്കം വരുന്നത്, ദിക്റിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴേക്ക് തൂക്കം പിടിക്കുന്നത്, മടുപ്പ് തോന്നുന്നത്, എപ്പോഴാ അത് നിർത്തുക, സമയത്തരായി എന്ന് നമുക്ക് നോക്കാൻ തോന്നുന്നത്? നമ്മുടെ കൽബിൽ എത്ര കീടങ്ങൾ നിറഞ്ഞതുകൊണ്ടാണ്. തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ, കണ്ണുകൊണ്ട് പോരായ്മകൾ അരുതായ്മകൾ കാണുമ്പോ, കാതുകൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോ, അതെല്ലാം ഫലിക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ്. തെറ്റ് വർദ്ധിച്ചാൽ നിന്റെ ഖൽബിൽ നിന്ന് മഹബ്ബത്ത് ഊരപ്പെടുമെന്ന് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു മഹബൂബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അള്ളാന്റെ ഇഷ്ടം എന്താണ്? ഞാൻ എങ്ങനെ നടക്കണമെന്നാണ്, ഞാൻ എന്ത് ചിന്തിക്കണമെന്നാണ്, ഞാൻ എന്തു കാണണമെന്നാണ്, ഞാൻ ആർക്ക് കൊടുക്കണമെന്നാണ്, ഞാൻ എന്തെല്ലാം നേടണമെന്നാണ്, ഞാൻ എന്തു വായിക്കണമെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. റബ്ബിന്റെ ഇഷ്ടം എന്താണ്? അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം ഏതിലാണ്? ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഏത് വിഷയത്തിലും നമുക്ക് വേണ്ട
വേണ്ട ഒരു ചിന്തയാണ്. ഇതൊരു മഹബൂബിനുണ്ട്, ഒരു മഹബത്തുള്ള ഒരാളുടെ കൽബിൽ വേണ്ട ചിന്തയാണ്. പഠിച്ചോനെ, ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമല്ലല്ലോ, എന്റെ മുത്തുനബിക്ക് ഇഷ്ടമല്ലല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചാൽ എത്ര വലിയ നന്മ ചെയ്യാൻ കഴിയുന്നറിയോ? ഏത് വിഷയം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. തെറ്റുകൾ വല്ലതും ചെയ്യാൻ സാഹചര്യം മുന്നിൽ വരുമ്പോ നിന്റെ കൽബിൽ വരേണ്ട ചിന്ത അതാണ്, അല്ലാഹ് നീ കാണുന്നുണ്ടല്ലോ റബ്ബേ, നിനക്ക് ഇഷ്ടമല്ലല്ലോ റബ്ബേ ഇത്. അന്യ പെണ്ണുമായി ഞാൻ കമന്റ് അടിച്ച് നടക്കാണ്, രാത്രി ഉറക്കൊഴിച്ചിട്ട് ഫോൺ വിളിയിലാണ്, അന്യ പുരുഷനുമായി ബന്ധത്തിലാണ്. സുബ്ഹാനല്ലാഹ്, തോന്നിവാസം ഞാൻ മൊബൈലിലൂടെ കാണാണ്, വൃത്തികേടിലായി എന്റെ രാവ് പകലാകാണ്. എത്രമേൽ ചണ്ടിത്തരമാ ഞാൻ ചെയ്യുന്നത്, എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്റെ ഹബീബ് അറിയുന്നുണ്ടല്ലോ. എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും, എന്റെ റബ്ബിന് എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്തായിരിക്കും? അല്ലാഹ്, ഈ ഒരു ചിന്ത കൽബിലേക്ക് അങ്ങ് കയറിയാൽ തെറ്റ് ചെയ്യാൻ തോന്നൂല, തെറ്റ് ചെയ്യാൻ തോന്നൂല. അതാണ് മഹബത്തിന്റെ ഒരു അടയാളം. നമ്മൾ നാലാളെ മുമ്പിൽ നന്നാകാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ്. ജനങ്ങളെ കാണുന്നിടത്ത് നല്ല കുപ്പായം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല കൊടുക്കല്, എല്ലാത്തിനും നമ്മൾ റെഡിയാണ് അല്ലേ? വീട്ടുകാരുത്തിയോട് ചോദിച്ചാ മതി, എങ്ങനെയുണ്ട് ഇയാള് സ്റ്റേജുമേൽ വലിയ സംഭവമാണല്ലോ, ഇയാള് നാട്ടില് വലിയ സംഭവമാണല്ലോ, കമ്മിറ്റിയിലൊക്കെ വലിയ ചോറാണല്ലോ, ഞങ്ങളെ കലാലയത്തിൽ വലിയ സ്റ്റാറാണല്ലോ, ഇയാള് വീട്ടിലെങ്ങനെയാണ് അറിയാലോ. അപ്പോ നമുക്ക് സ്വഭാവം എന്താണെന്ന്, കൂടെ താമസിക്കുന്നവൻക്കറിയാം അവന്റെ സ്വഭാവം എന്താണെന്ന്. എല്ലാവരുടെയിലും നമ്മൾ നല്ലവരാകണം. ഇത് സിർറു വൽ ഇഅ്ലാനു ഫിൽ മുഅ്മിനി ഇസ്തവാ ഫഖദ് അസ്സ ഫിദ്ദാറൈനി വസ്തൗജബ الثനാ. രഹസ്യവും പരസ്യവും നന്മയുള്ളതാകണം. ആള് കാണുണ്ടോ കാണണില്ലേ നോട്ടം വേണ്ട, പോസ്റ്ററിൽ പേര് വന്നോ വന്നില്ലേ ചിന്ത വേണ്ട, ഫോട്ടോ വന്നില്ലല്ലോ എന്റേത് ഞാനുണ്ടായിരുന്നല്ലോ എന്തേ ഓന്റേത് മാത്രം ചിന്ത വേണ്ട. ആള് കാണാനല്ല, ആരെ പേര് മുമ്പിലും പേരെടുക്കാനല്ല, ഷാള് വാങ്ങാനല്ല, ഒന്നും കിട്ടാനല്ല, അള്ളാന്റെ പൊരുത്തത്തിന് ചെയ്യാണ്. അപ്പോ പലരും അള്ളാഹുയുടെ കൽബിൽ സ്നേഹട്ട് കൊടുക്കാണ്. ജനങ്ങളെ മുമ്പിൽ നന്നാകാൻ നമ്മൾ നല്ലോണം പണിയെടുക്കുന്നുണ്ട്, ജനങ്ങളെ മുമ്പിൽ വഷളാകരുത് എന്ന് നല്ലോണം ചിന്തിക്കുന്നുണ്ട്. എന്റെ റബ്ബിന്റെ മുമ്പിലും കുടുങ്ങരുത്, വഷളാകരുത് എന്ന ചിന്ത നമുക്ക് വേണ്ടേ? ഇവിടെ വഷളായാൽ ഏറിപ്പോയാൽ നാട്ടുകാരുടെയിലാണ്, ഏറിപ്പോയാൽ നമ്മളെ ജില്ലയിലാണ്. ആളെ എത്ര ആയിരം കോടി ജനങ്ങളെ മുമ്പിലാ മുഅ്മിനേ നാളെ നമ്മളെ വിളിയാളം വരുന്നത്, നമ്മളെ മോശത്തരം വെളിവാകുന്നത്, നമ്മളെ ഉടുവസ്ത്രം മഴിയുന്നത്, നമ്മളെ വിയർപ്പിലൊഴിക്കുന്നത്, തണലില്ലാതെ കുടുങ്ങിക്കഴിയുന്നത്. ഞങ്ങളെ നാട്ടിലെ മൂല്യരല്ലേനോ, ഞങ്ങളെ നാട്ടിലെ പ്രസിഡന്റ് അല്ലേനോ, വലിയ ഹോജല്ലേനോ, എല്ലാവർക്കും വലിയ ഉപദേശം കൊടുക്കുന്നവനല്ലായിരുന്നോ? ഇവിടെ കണ്ടില്ലേ കോലം കണ്ടില്ലേ? അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എല്ലാം കാണിക്കപ്പെടുന്ന ഒരു സമയമില്ലേ മുഅ്മിനേ? ചിന്ത വേണ്ടേ എനിക്ക്? നമ്മുടെ കൽബിലെ പേടി വേണ്ടേ? കോടാന കോടി മനുഷ്യന്മാരെ മുമ്പിൽ വെച്ചിട്ട് വഷളാകലല്ലേ ഏറ്റവും വലിയ ഫളീഹത്ത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഇസ്സത്തിലാക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നാണ്. ഇവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, അതേ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഖലീഫന്റെ അണ്ടറിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. കള്ള് വിരോധിക്കപ്പെട്ട സമയമാണ്. മദ്യം മുസ്കിറാണല്ലോ, എല്ലാ മുസ്കിറും ഹറാമാണല്ലോ, മസ്തുണ്ടാക്കുന്നത് മുഴുവനും ഹറാമാണല്ലോ. ആ കള്ള് നിഷിദ്ധമായ സമയമാണല്ലോ. ഈ മനുഷ്യന്റെ സഞ്ചിയിലെ കള്ളാണ്, ഈ മനുഷ്യന്റെ സഞ്ചിയിൽ കള്ളാണ്. ഇങ്ങോട്ട് നോക്കി, ഇയാളെ സഞ്ചിയില്, സഞ്ചി പറഞ്ഞ മനസ്സിലാവും? ആ കൊട്ടാന്ന് ഇവിടെ പറയലുണ്ട, അതും പറയലുണ്ട്. എന്താ കന്നഡ പറയല്? ബാഗ്. അപ്പൊ ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ. ബാഗിൽ എന്തുണ്ട്? മദ്യമുണ്ട്.
പടച്ചോനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ വരുന്നത്. എന്നെ കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഉറപ്പാണ്. ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവം അറിയുന്ന ആളാണ്. ഇവിടുന്ന് വരുന്നേ, ഞാനിങ്ങനെ വരുന്ന, എന്താ കയ്യില് ബാഗ്, ബാഗിലെന്താ? പടച്ചോനെ ഞാൻ കുടുങ്ങി. ബാഗിലെന്താ? തുറന്നേ, എടുത്തേ എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു, ഉമറിന്റെ മുമ്പിലെ പെട്ടു. റബ്ബേ അല്ലാഹുവേ, കള്ളാണ് എന്ന് എന്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? കള്ള് വിരോധിക്കപ്പെട്ട ഒരു സമുദായമാണ് ഞങ്ങൾ. അത് പിന്നെ ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ ഖലീഫന്റെ നടപടി എന്തായിരിക്കും? പേടിച്ചുപോയി, ഖൽബില് വല്ലാത്ത പേടി വന്നുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ പിശാച് വരെ വഴിമാറി പോകുന്നവരാണല്ലോ. അത്ര വലിയ ശുജാഇയാണല്ലോ, ഹൈബത്തുള്ള വഖാറുള്ള നേതാവല്ലേ. ഈ മനുഷ്യനെ കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മനസ്സ് നൊന്തിട്ടൊന്ന് പറഞ്ഞു, അല്ലാ, എന്റെ കയ്യില് മദ്യമാണ് റബ്ബേ, ഖലീഫന്റെ മുമ്പിലെത്തിയാൽ ഞാൻ കുടുങ്ങിപ്പോകും. ആ ഖലീഫ എന്റെ ബാഗിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കല്ലാണെന്ന് പറഞ്ഞാൽ പെട്ടുപോകുമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഖല്ലാണെന്ന് പറയും, ഇത് സുർക്കയാണെന്ന് ഞാൻ പറയും. റബ്ബേ, എന്നെ വഷളാക്കല്ലേ അല്ലാ. ഖലീഫന്റെ മുമ്പിൽ വഷളാകുന്നതിലുള്ള പേടി കൊണ്ട് അള്ളാന്റെ മുമ്പിൽ തൗബ ചെയ്യാണ് ആ മനുഷ്യൻ. ഖേദത്തോടുകൂടെ അവിടുന്ന് തീരുമാനെടുക്കാണ്, ഇനി ഞാൻ മടങ്ങൂല, ഇനി ഞാൻ കുടിക്കൂല, ഇനി ഞാൻ മദ്യം നുണയൂല. ഇതോടെ നിർത്തി റബ്ബേ, ഇതോടെ അവസാനിപ്പിച്ചു അല്ലാ. ഇതല്ലേ മുഅ്മിനെ തൗബ എന്ന് പറഞ്ഞാൽ? അത്തൗബതു അന്നദം, ഖേദം ഉള്ളിൽ നിന്ന് വരലാണ്. ആത്മാർത്ഥമായി മടങ്ങൂല, ഇനി ഞാൻ തെറ്റിലേക്കെന്നുള്ള ചിന്തയാണ് തൗബ. തൗബ ചെയ്യാൻ റമദാനാകാൻ കാത്തിരിക്കണ്ട മുഅ്മിനെ. 27 രാവാകട്ടെ, പള്ളിയിൽ കൂട്ടമായ തൗബ ഉണ്ടാകുമല്ലോ, അപ്പം ചെയ്യാമെന്ന് കരുതല്ലേ. ഷഅബാനിലാണ് തന്നെ തൗബ കൊണ്ടൊരുങ്ങേണ്ടത്. മഹാന്മാര് സ്വതഖ വരെ പെരുപ്പിക്കുമായിരുന്നു, സകാത്ത് വരെ നേരത്തെ കൊടുത്തു വീട്ടുമായിരുന്നു. റമദാനിന്റെ മുന്നോടിയായി സകാത്ത് കൊടുത്തിട്ട് തത്ഹീറാക്കാനാണ്. തുതഹിറുഹും തുതഹിറുഹും വതുസക്കീഹിം, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങളെ സംസ്കരിക്കും നിങ്ങളുടെ സ്വതഖ എന്നാണല്ലോ. മഹാന്മാർ റമദാനിന്റെ മുന്നോടിയായി സ്വതഖ നൽകി അവർ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒന്ന്. രണ്ടാമത്, ആർക്കെങ്കിലും പാവങ്ങൾക്ക് സ്വതഖ കിട്ടിയാൽ, സകാത്ത് കിട്ടിയാൽ അവർക്ക് റമദാനിൽ നല്ല ഉപകാരമായിരിക്കുമല്ലോ എന്ന് മറ്റൊരു ചിന്തയും. ഇങ്ങനെ നേരത്തെ സ്വതഖ ചെയ്യാനും തൗബ ചെയ്യാനും സ്വലാത്ത് പെരുപ്പിക്കാനും ഖുർആൻ ധാരാളമായി ഓതാനും ഈ ശഅബാൻ ഉപയോഗപ്പെടുത്തിയവനാണ് മഹാന്മാർ. നമ്മളും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഇടക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ശഅബാനിനെ വെർമെന്റ് ആക്കരുത്. ബറാത്തിന്റെ രാവ് കടന്നു വരികയാണ്, ബറാത്തിന്റെ രാവ് കടന്നു വരികയാണ്. നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ, റിസ്ഖിൽ വിശാലത ലഭിക്കാൻ, അന്ത്യം നന്നാകാൻ, എല്ലാ ഖൈറും എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിൽ വരാൻ ബറാത്ത് രാവ് മുതലാക്കണേ. യാസീൻ ഓതണേ. സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 യാസീൻ പ്രത്യേകം നിയ്യത്ത് വെച്ചിട്ട് ഓതി തീർക്കൽ മഹാന്മാര് പഠിപ്പിച്ച ചര്യയാണ്. കൊണ്ടു നടക്കണേ. വീട്ടിലെല്ലാവരും ഓതണേ. വലിയ ബറക്കത്തിറങ്ങുമേ, റഹ്മത്തിറങ്ങുമേ, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അല്ലാഹു അടിമകളെ കാത്തു നിൽക്കുന്ന രാവാണ്. തൗബക്ക് പറ്റിയ സമയമാണ്. കരഞ്ഞ് പറയാ നമുക്ക് റബ്ബിനോട്. റമദാനിലേക്ക് മനസ്സും ശരീരവും നമുക്ക് തയ്യാറാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മനുഷ്യൻ സങ്കടത്തോടുകൂടെ വല്ലാത്ത ബേജാറോടുകൂടെ റബ്ബിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞു, അല്ലാ, ഇനി ഞാൻ മടങ്ങൂല റബ്ബേ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. ഖലീഫ ഉമർ തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ചോദിച്ചു, എന്താ മോനെ നിന്റെ കയ്യില്? ഇതൊരു ബാഗാണ്. എന്താണ് ബാഗില്? സുർക്കയാണ്. സുർക്ക എടുത്തേ നോക്കട്ടെ.
സുർക്കെടുത്തേ. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് പൊക്കി കുപ്പിയെടുത്ത് കാണിച്ചു കൊടുത്തപ്പോ നേരത്തെ മദ്യമായിരുന്നത് ഇപ്പോൾ സിർക്കയായിട്ടുണ്ട്. അല്ലാഹ്, പടച്ചോനെ, ഉമറിന്റെ മുമ്പിൽ ഞാൻ പെട്ടുപോകും. ഇത് സുർക്കായില്ലെങ്കിൽ എനിക്ക് ആക്ഷൻ വരും. കുടുക്കല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ റബ്ബേ. ഈ ഒരു ആത്മാർത്ഥമായ ചിന്തയോടെ ഖൽബ് തട്ടിയിട്ടൊന്ന് റബ്ബിലേക്ക് പറഞ്ഞപ്പോ അല്ലാഹു ആ മദ്യത്തെ സുർക്കയാക്കി കൊടുത്തു. നമ്മളെ ഖൽബിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ദുആ ഉണ്ട്, ആമീൻ പറച്ചിലുണ്ട്, നിസ്കാരമുണ്ട്, തൗബണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെവിടോ ആണ്. നമ്മളിവിടെ ഇങ്ങനെ ഹയാത്ത് തടിയായിട്ട് ഇവിടെ ഉണ്ട്, ഖൽബ് വേറെ എവിടോ ആണ്. എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ലല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലും അവന്റെ നിയ്യത്ത് കൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നത്. നിയ്യത്തില്ലാഞ്ഞാൽ പിന്നെ അമലുകളെ കൊണ്ടൊന്നും ഒരു ഫലമില്ലാതായി പോവല്ലോ. അല്ലാഹു നമുക്ക് നല്ല ഖൽബ് തരുമാറാകട്ടെ, നല്ല നിയ്യത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത, അല്ലാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത. പടച്ച റബ്ബേ, നിന്റെ നിരീക്ഷണത്തിലാണല്ലോ എന്നൊരു ചിന്ത. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് അലൈഹിസ്സലാമിന്റെ നിരീക്ഷണത്തിൽ നിന്ന് തെന്നി മാറാൻ എനിക്ക് കഴിയില്ലല്ലോ റബ്ബേ. ഞാൻ ഏത് ഇരുട്ടറയിലായാലും, ഏത് യാത്രയിലായാലും, ഏത് കല്യാണപ്പുരയായാലും, ഏത് മംഗലത്തിലായാലും, ഏത് സൽക്കാരത്തിലായാലും, ഏത് സന്തോഷത്തിലായാലും, സന്താപത്തിലായാലും എന്നെ നിരീക്ഷിക്കാൻ നീ വെച്ച 2 മലക്കുകളുണ്ടല്ലോ റബ്ബേ, അവർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്ത. കല്യാണ രാവ് അള്ളാഹു പൊരുത്തപ്പെടാത്ത പലതും മരങ്ങ് തകർക്കുന്ന കാലായി മാറിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് ചെയ്ത നിഅമത്ത് മറന്നിട്ട് റബ്ബിനെതിരെ തുള്ളാണ്. അന്ന് നിസ്കാരമില്ല, റബ്ബിന് ഇഷ്ടമില്ലാത്ത പലതും പാടി തമർത്ത് പൊളിച്ചടക്കാണ്. ഈ ഉമ്മത്ത് എവിടേക്കാണ് പോണത് എന്നറിയില്ല. അള്ളാഹനെ മറന്ന് കളിക്കാണ്. എന്റെ ഖൽബിൽ മഹബ്ബത്തില്ല മോനെ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാന്റെ ഇഷ്ടപ്പെട്ട ആളുകള്, അവര് അള്ളാന്റെ അടിമകള്, ഈമാനുള്ളവര്, അവര് വല്ലാതെ ഇഷ്ടം വെക്കും. ഇഷ്ടം വെച്ചാൽ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവൻക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ജീവിതത്തിൽ ചെയ്യൂല. ഭാര്യയെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം അവനിലുണ്ടാകൂല. വേറൊരു പെണ്ണുമായിട്ട് കമന്റ് അടിച്ച് നടക്കല് പെണ്ണിന് ഇഷ്ടമില്ല എന്നറിയാം. അറ്റ്ലീസ്റ്റ് പെണ്ണിനെ ഇഷ്ടമില്ല എന്നറിയാം, അള്ളാഹുവിന് റസൂലിന് ഇഷ്ടമില്ല എന്ന് എന്തായാലും അറിയാം. എന്റെ ഓൾക്ക് തന്നെ താല്പര്യമില്ല, ഞാൻ അതിനില്ലപ്പ വഞ്ചിക്കാൻ. അത് ഭാര്യയോടുള്ള ഇഷ്ടമാണ്. ഭർത്താവിനോട് താല്പര്യമുള്ള ആള് വേറെ ഒരാളോട് കമന്റ് അടിക്കാൻ നിൽക്കൂല. ഹയാഓടുകൂടെ അവന്റെ മുഖവും മറ്റും മറച്ച് വൃത്തിയോടെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ജീവിക്കും. എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എന്റെ ഭംഗി ഞാൻ പ്രത്യക്ഷപ്പെടുത്തേണ്ടത്, പരസ്യപ്പെടുത്തേണ്ടത് എല്ലാം എന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ ദീന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മൊഞ്ചും എന്റെ സംസാരത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഇണയുണ്ട്. അവരോടല്ലാതെ ഞാൻ കുഞ്ചു കുഴഞ്ഞ് പറയാനില്ല. ആരെ മുമ്പിൽ എന്റെ മുഖഭംഗി പ്രദർശിപ്പിക്കാനില്ല. എന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ കാണിക്കാനില്ല. അത് ഏത് വേളയിലായാലും അള്ളാഹുവിന് പൊരുത്തല്ലാത്തതാണ്. എന്റെ ഭർത്താവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. അത് ഇഷ്ടമുള്ള പെണ്ണ് അങ്ങനെയാണ്, ഇഷ്ടമുള്ള ഭർത്താവും അങ്ങനെയാണ്. അല്ലാതെ തോന്നിയ ആൾക്കാർക്ക് മുഴുവനും തന്റെ ഭാര്യയുടെ മുഖവും അവന്റെ അഴകും അവളുടെ ഭംഗിയും എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ കയ്യും പിടിച്ചിട്ട് ജനങ്ങളെ മുമ്പിൽ ഹയാ ഇല്ലാതെ ലജ്ജയില്ലാതെ നടത്തുന്നവനല്ല വിശ്വാസി. അവൻ അവന്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യുന്നവളാണ്. അവളെ അള്ളാഹു അവൻക്ക് വേണ്ടിയിട്ട് സംവിധാനിച്ചവരാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതിന് ചില ഹിജാബുകൾ അള്ളാഹു വെച്ച നിയമമാണ്. അതനുസരിച്ചിട്ട് വൃത്തിയോട് ഭംഗിയോടെ ഹിജാബോടുകൂടെ നടക്കുക. അത് തന്റെ ഭാര്യയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത്, ഒരാളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടത്തിന് ഇഷ്ടഭാജനത്തിന് എതിരായ ഒന്നും അവന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല. പിന്നെ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് എടുത്തു കൊടുക്കുമല്ലോ. എന്താണോ നമ്മളെ ഭാര്യ ഇഷ്ടപ്പെടുന്നത്, ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എടുത്തു കൊടുക്കും. ഇഷ്ടക്കാരൻ എന്ത് ചോദിച്ചാലും കൊടുക്കും. അതാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. സത്യാണോ? ഓ, ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ ഞാൻ എന്റെ കീശയുള്ളതൊക്കെ എടുക്കൂട്ടോ, തോന്നുമ്പോ ഞാൻ എന്റെ പൈസ ഒക്കെ എടുക്കും. അങ്ങനെ പറയല്ലേ നിങ്ങള്? പൈസ ഒക്കെ എടുക്കുമ്പോ നമ്മളെ സ്വഭാവം മാറുമല്ലോ അല്ലേ?
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തു ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എപ്പോഴും എടുക്കൂട്ടോ, എനിക്ക് എന്നോട് അത്ര ഇഷ്ടല്ലേ. ഇഷ്ടക്കാരൻ എന്ത് ചെയ്താലും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. അല്ലാഹു തആലയോടുള്ള ഇഷ്ടത്തിന്റെ ആഴം പറഞ്ഞു കൊടുക്കാനൊന്ന് സൂചിപ്പിച്ചതാണ്. അല്ലാഹു ഇഷ്ടം വെച്ചാൽ അല്ല എടുത്താലും പരാതി ഉണ്ടാകൂല, കൊടുത്താലും പരാതി ഉണ്ടാകൂല. എല്ലാം സന്തോഷം സന്തോഷം. ഇതാണ് ഇഷ്ടത്തിന്റെ ആഴത്തിന്റെ ഒരു തോത് എന്ന് മഹാനവറുകളെ പറഞ്ഞു കൊടുക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതേ ഔലിയാക്കള് സ്വാലിഹീങ്ങളെ ഖൽബിലെ മഹബ്ബത്ത് വെച്ചതാണ്. മഹബ്ബത്ത് വെച്ചാൽ ഉണ്ടാകുന്ന മറ്റൊന്നാണല്ലോ ആ മഹബ്ബത്തിന്റെ ആളെ ഒന്ന് കാണാൻ പൂതിയുണ്ടാവുക എന്നുള്ളത്. ആ മഹബ്ബത്തിന്റെ വാദനത്തെ, ഹുബിന്റെ സ്നേഹവാദനത്തെ ഒന്ന് കാണാൻ കഴിയുക, അതേ ഇഷ്ടത്തോടുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാവുക. കസ്റത്തു ശൗഖി ഇലാ ലിഖാഇഹി. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അലാമത്തുൽ മഹബ്ബയിൽ ഇത് സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതേ അൽഹംദുലില്ലാഹ്, സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ തണൽ നമുക്ക് ഏറെക്കാലം നീട്ടിത്തരട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹു അവിടുത്തെ ഉമ്മയുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ സദസ്സിന്റെ എല്ലാ പുണ്യവും അവിടുത്തെ പുണ്യ ഹദറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വല്ലാതെ നിർഗിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിന്റെ അടയാളമായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കസറത്തു ശൗഖി ഇലാ ലിഖാഇഹി. ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരു വല്ലാത്ത ത്വര, ഒരു ആഗ്രഹം അവന്റെ ഖൽബിലുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിലേക്ക് അങ്ങ് കയറിയാൽ പിന്നെ അങ്ങനെയാണ്. സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണല്ലോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കാണുക എന്നുള്ളതാണ്. എല്ലാ സന്തോഷങ്ങളും മറന്നു പോകുന്ന ഒരു ഘട്ടം അതാണല്ലോ. ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് കിട്ടാനാണ് കൊതിക്കേണ്ടത്. സ്വർഗ്ഗക്കാരനുഭവിച്ച മുഴുവൻ സൗഖ്യങ്ങളും സന്തോഷങ്ങളും മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലാഹനെ കാണാൻ കഴിയുന്ന ഘട്ടമെന്നുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റബ്ബിനെ കാണാൻ കൊതിയോടുകൂടെ ജീവിക്കണം. അതിനു വേണ്ടിയുള്ള പണിയെടുക്കണം. ഖൽബിൽ അഹദ് എന്നുള്ള വലിയ മന്ത്രവുമായി നമ്മൾ നടക്കണം. ഉമർ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ ചാട്ടവാറ് കൊണ്ടിട്ട് പിടയുന്നു, ചുടുകല്ല് മിറത്ത് കയറ്റി വെക്കുന്ന, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് കിടത്തിയിട്ട് അല്ലാ അല്ലാ പൊള്ളുന്ന പാറക്കല്ലാണ് പുറത്ത് കയറ്റി വെച്ചിട്ടുള്ളത്. ഉമയ്യത്തിന്റെ കിങ്കരന്മാരെ വർത്തമാനം മാറുന്നുണ്ടോ ബിലാലേ? മുഹമ്മദിനെ മാറ്റാൻ മനസ്സുണ്ടോ? ഇല്ലല്ലോ. എത്രയാണ് പീഡനം സഹിച്ചത്, എത്രയാ വേദന സഹിച്ചത്. കിടന്ന് പിടഞ്ഞിട്ടും മഹദെന്ന് മൊഴിഞ്ഞില്ലേ? വല്ലാത്ത ഈമാനിന്റെ വെളിച്ചമല്ലേ ഖൽബിൽ കയറിയതാണ്. ഈമാൻ ഖൽബിൽ കയറിയതാണ്. ഫിർഔനിന്റെ വല്ലാത്ത ക്രൂരത, അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വിശ്വാസികളായി കടന്നു വന്ന സമൂഹം സിഹർ ചെയ്തവരായി നടന്നവരാണ്. പാമ്പിട്ട് കയറിട്ട് പാമ്പാക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താൻ മറുഭാഗത്താണ് നിരന്നവരാണ്. ഫിർഔനിന്റെ ആളുകളായി വന്നു നിന്നവരാണ്. പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുത്തുപോയി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം പുലുകിപ്പോയി. മൂസാ നബിയെ വിശ്വസിച്ചു പോയി. ഫിർഔന് പറഞ്ഞില്ലേ, നിങ്ങളെ നശിപ്പിച്ചു കളയും, നിങ്ങളെ ഇല്ലായ്മ ചെയ്തു. എന്ത് ചെയ്തോ, എന്തും ചെയ്തോ, ഞങ്ങളിൽ നിന്ന് മാറൂല.
ഞങ്ങൾ ഇതിൽ നിന്ന് മാറാൻ ഉദ്ദേശമില്ല. ഏറിപ്പോയാൽ നീ ഞങ്ങളെ ഇല്ലായ്മ ചെയ്തേക്കാം, തുണ്ടം തുണ്ടമായി കശാപു ചെയ്തേക്കാം. ഞങ്ങൾക്കിതിലും വലിയ ലോകം വേറെയുണ്ട്. സ്വർഗലോകമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഈമാൻ ഖൽബിൽ കയറി, മഹബ്ബത്ത് ഖൽബിൽ കയറിയപ്പോ അവർക്കതിന്റെ മാധുര്യം കിട്ടിയതാണ്, സന്തോഷം ലഭിച്ചതാണ്. തഅസ്വില്ലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലിഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുഹിബ്ബ് അങ്ങനെയാണ്. അള്ളാഹനെ പൂർണ്ണമായും വഴിപ്പെടുന്നവനാണ്. അള്ളാഹുവിന് എതിരായി അവന്റെ രഹസ്യമോ പരസ്യമോ എതിരായി വരൂല. റബ്ബിന്റെ ഇഷ്ടവും മുത്തുനബിന്റെ ഇഷ്ടവും അവന്റെ ഇഷ്ടവും തമ്മിൽ എതിരായാൽ അവൻ അള്ളാഹന്റെ ഇഷ്ടത്തെ പരിഗണിക്കുന്നവനാണ്. ഏത് നാട്ടിൽ ചെന്നാലും ഏത് സാഹചര്യത്തിലെത്തിപ്പെട്ടാലും അവൻ അള്ളാന്റെ ദീന് കൈയൊഴിയൂല, ഹബീബുള്ളാനെ മറക്കൂല. ചേര തിന്നണ നാട്ടിൽ പോയാല് എന്താണ് എന്താ നമ്മള് പറയല്? ചേര തിന്നണ നാട്ടിൽ പോയാല് ചേര തിന്നണമെന്നല്ലേ പറയല്? അങ്ങനല്ലല്ലോ പറയണ്ടല്ലേ? ചേര നാട്ടിൽ പോയാല് നടുക്കണ്ട തിന്നണം. എന്നാ തിന്നാതെക്കണം എന്നല്ലേ പറയണ്ടേ? അതല്ലേ ദീന്. ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ തിന്നാതിരിക്കണം. നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. നാട്ടിൽ കണ്ട തിന്നണം എന്ന് പറയണത് വേറെ അർത്ഥത്തിലാണ്. എന്തായാലും തിന്നാതിരിക്കണം. അവിടെ അതാണ് എന്ന് കരുതിട്ട് നമ്മൾ അങ്ങനെ ആവാം. അപ്പൊ നമ്മളെ ദീനിന് പിന്നെ എന്ത് വാല്യൂ ഉള്ളത്? അതെ, എല്ലാവരും കൂടിയാണ് കൂടിയതല്ലേ മംഗലത്തിന്. പിന്നെ ഒരു ദിവസല്ലേ പുയ്യാപ്പിള ഇറങ്ങുള്ളൂ. ആ ചങ്ങായി ഒരു ദിവസം തന്നെ ഇറങ്ങുള്ളൂ. അന്ന് തന്നെ ഞാൻ റബ്ബിനെ നല്ലോണം പേടിക്കേണ്ടത്. അനക്ക് ചെയ്തു തന്ന നിഅമത്ത് എത്ര വലുതാണ്, അത് മറന്നിട്ട് കളിക്കല്ലേ. ഒരു ദിവസം തന്നെ, ആ ഒരു ദിവസം എന്റെ അവസാനത്തെ ദിവസമാണെങ്കിലോ അത് ചിന്തിക്കാത്ത, അതെന്റെ അവസാനത്തെ ദിവസമാണെങ്കിലോ അന്ന് നീ നിസ്കരിക്കാതവനായി താൻ തോന്നിയായി കളിച്ച് തുള്ളിയിട്ട് കളിച്ചിട്ടാണ് അന്ന് മരിച്ചു പോയതെങ്കിലോ പേടിക്കണ്ടേ? നിന്റെ ഖൽബിൽ ബോധം വേണ്ടേ? പക്ഷെ അതെല്ലാവരും അങ്ങനെ ആയപ്പോ പിന്നെ ഞാനും അങ്ങനെ, കൂട്ടുകാരെല്ലാരും ഒരു ബഗ്ഗടിച്ചപ്പോ പിന്നെ നമ്മളോട് നിർബന്ധിച്ച് ഞാനും ഒന്ന് കുടിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഓനെ തള്ളണം, ഓനെ മാറ്റി നിർത്തണം, ഓന്റെ കൂടെ പോകണ്ട. ഓന്റെ കൂടെ പോയാൽ നീ വിഷളത്തരത്തിലേക്ക് എത്തും, തെറ്റിലേക്ക് എത്തും എന്ന് കാണുകയാണെങ്കിൽ നീ മാറി നിൽക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ പേടിച്ചിട്ട് മാറുകയാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ ഈമാൻ. ഏത് സാഹചര്യമാണോ പിന്നെ ഞാനും അങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീങ്ങ എന്ന് ചിന്തിക്കലല്ല മുഅ്മിൻ. അങ്ങനെയല്ല വിശ്വാസിയുടെ ജീവിതം. എന്റെ മതം എന്താണ് പഠിപ്പിച്ചത്? എന്റെ ഹബീബിന്റെ ഇഷ്ടം എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം ഏതിലാണ്? എല്ലാരും തുറന്നിട്ടാണ് നടക്കുന്നത്. എല്ലാരും തലമറക്കാതെയാണ്. തോളിലാണ് ഷാളുള്ളത്. കല്യാണല്ലേ ഡ്രസ് കോഡിലാണ്. ഞാനും പിന്നെ അങ്ങനെ ആകട്ടെ എന്നാണ്. അന്ന് പർദ ഊരിയതാണ്, ഹിജാബ് നീക്കി വെച്ചതാണ്, അന്നത്തെ ദിവസത്തേക്ക് മാറ്റിയതാണ്. സന്തോഷല്ലേ ഉസ്താദേ എന്നാണ് മറുപടി. അല്ലവങ്ങളെ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എല്ലാ സന്തോഷവും ദീനിന്റെ നിയമങ്ങൾക്കുള്ളിലായിരിക്കണം. അവിടെയാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് പ്രകടമാകുന്നത്. അവിടെയാണ് വിശ്വാസിയെ നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, ഈമാനു നൽകട്ടെ, ഖൽബിലേക്ക് അള്ളാഹു ഹുബ്ബ് കയറ്റി തരുമാറാകട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക നൽകണം. സീതവറുകൾ നമ്മോട് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വതക്ക നൽകുന്നവർക്കൊക്കെ വലിയ ബറക്കത്തിന്റെ കാരണം കൊണ്ട് തന്നെ അല്ലാഹു ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. അല്ലാഹു തആല വലിയ ബറക്കത്ത് അല്ലാഹു തആല അവർക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് അല്ലാഹുവിന്റെ ഹുബ്ബിനോടുകൂടെ ചേർത്തി വെക്കേണ്ടതാണ്. 5 മിനിറ്റും കൂടി ഞാൻ എന്റെ വാക്ക് ചുരുക്കാണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ
ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഔലിയാക്കൾ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുക റബ്ബായ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗം തന്നെയാണത്. മുത്തുനബിയോടുള്ള ഇഷ്ടത്തെ അള്ളാഹുവിന്റെ ഇഷ്ടത്തോടുകൂടെ പറയാതെ റബ്ബ് പറഞ്ഞിട്ടില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞു. ഈ ത്വാഅത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അള്ളാഹു അവന്റെ ഹബീബിനെയും ചേർത്തി പറഞ്ഞു. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ എത്ര സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ വഴിപ്പെടണേ, മുത്തുനബിയെ വഴിപ്പെടണേ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ത്വാഅത്ത് കടന്നു വരണം. അള്ളാഹുവിനോട് അവന്റെ ഹബീബിനോട് ഇഷ്ടം കിട്ടിയവരാകണം. ഏറ്റവും വലിയ ഈമാനുള്ളവരാരാണ്? ഏറ്റവും വലിയ ഈമാനുള്ള മുഅ്മിൻ ആരാണ്? നമുക്ക് നിശേഷം സംശയമില്ലാതെ പറയാൻ കഴിയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേര്. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാന്റെ ഹബീബിനെ എതിരെ ആര് തുറന്നു തുള്ളിയാലും, ആര് എതിരെ സംസാരിച്ചാലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സഹിക്കൂല. മുത്തുനബിക്ക് നേരെയാണോ അവന് വിരൽ ചൂണ്ടുന്നത്? നബിയേ, ഞാൻ അവനെ എതിർക്കട്ടെ നബിയേ, എതിരെ ഒന്ന് പറയട്ടെ നബിയേ. രണാങ്കണത്തിൽ, ബദർ രണാങ്കണത്തിലാണ് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറുടെ സ്വന്തക്കാര് വരെ മറുപക്ഷത്തായ സമയം മുത്തുനബിക്ക് നേരെ തെറിവിളിയാണ്. വല്ലാത്ത ദേശത്തോടുകൂടെ വല്ലാത്ത തെറിവിളിയാണ്, ആക്ഷേപവാക്കുകളാണ്, കൊലവാക്കാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു മുത്തുനബിയോട്, നബിയേ ഒന്ന് സമ്മതം തരുവോ? സഹിക്കാൻ കഴിയുന്നില്ല, തങ്ങളെ പറയുന്നത് കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല, അവരെ ഞാനൊന്ന് വകവരുത്തട്ടെ. മന്ദാരേ ഗിരിവരി നടുവോർ കളത്തിൽ കേടാ കളിത്ത് ബാറിലെ ബഹുകേമാ ചുടിയുട കടുവയി പരുഷരു പുരുഷരതാ ഉരകേട്ട പൊരുളതിളു സിദ്ദീഖുരത്ത സമയം ഓമന തിരുനബി അവരെ കരം പിടിച്ചരുളാൽ. മന്ദാരേ ഗിരിവരി നടുവോർ കളത്തിൽ കേടാ കളത്തിൽ കോടാ കളിത്ത് ബാറിലെ ബഹുകേമാ ചുടിയുട കടുവയി പരുഷരു പുരുഷരതാ. നബിയേ സമ്മതം തന്നാൽ മതി, ഞാൻ എന്റെ വാള് ഉറയിൽ നിന്നോരി അയാളെ തലയെടുത്തു വരാം. എന്റെ വാപ്പയാകാം, മകനാകാം, സ്വന്തക്കാരനാകാം, ആരുമായാലും ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ തങ്ങളോടുള്ള ഇഷ്ടത്തിനേക്കാൾ അവരോടുള്ള ഇഷ്ടം മേൽക്കോയ്മ നേടിയതല്ല. ഹബ്ബു ഹിബ്ബി ഹബ്ബതൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബുബുഹാ മാ കുല്ലു ഹബിൻ മിൻഹു ലിൽ മാഹലി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. അല്ലാഹുവേ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മഹബത്തിന്റെ ലോകം വലുതാണ്, പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയൂല. അല്ലാഹുവേ ഈ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസിയായ അമ്പിയാക്കൾ കഴിഞ്ഞാലുള്ള സ്ഥാനം നേടിയവരാണ്. അവരെങ്ങനെയാണ് നേടിയത്?
ബിമഹബ്ബത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോട് അവന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് മുഅ്മിനീങ്ങള്. ഏറെ നിസ്കരിക്കുന്നവരാണ് നമ്മള്, സ്വതഖ ചെയ്യുന്നവരാണ്, സകാത്ത് നടത്തുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഖൽബിലെ മഹബ്ബത്തില്ലാതെയാണോ ഫലം കാണൂല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈമാനിലേക്ക് കടന്നു വന്ന് മുത്തുനബിയെ പുലുകിയിട്ട് എത്ര വർഷമാ മുഅ്മിനെ ജീവിച്ചത്? ചിലപ്പോൾ ഇവിടെയുള്ളവർ നിസ്കരിച്ച അത്ര വർഷം നിസ്കരിച്ചിട്ടുണ്ടാകൂലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഈമാനോടുകൂടെ കടന്നു വന്നതിന് ശേഷം എത്രയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹജ്ജ് ചെയ്തത്, ഖുർആൻ ഓതിയത്, ഖത്മ തീർത്തത്, നോമ്പനുഷ്ഠിച്ചത്? ഉണ്ടാകൂല. നമ്മൾ അതിലേറെ വർഷം ഈമാനിലായി ജീവിച്ചവരായിരിക്കും. അത്രയൊന്നും വർഷക്കാലം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അമൽ ചെയ്തിട്ടുണ്ടാകൂല. നമ്മളെ അമലും ഓരമലും ഒരുപോലെയാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഒരൊറ്റ റക്അത്ത് മതി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മുഴുവൻ നിസ്കാരത്തിനും പകരമാകാൻ. അതങ്ങനത്തെ നിസ്കാരമാണ്, റേഞ്ചുള്ള നിസ്കാരമാണ്. ഞാൻ എണ്ണത്തിലാണ് പറഞ്ഞത്, വണ്ണത്തിലല്ല, തെറ്റിദ്ധരിക്കല്ലേ. അത്രയൊന്നും എണ്ണത്തിൽ ചെയ്തിട്ടില്ലാത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങള് നാളെ ഒന്നാമനായി പുനർജനിപ്പിക്കപ്പെടുന്നവരാണ്. എന്റെ ഹൗദിൽ കിട്ടണമെങ്കിൽ, എന്റെ ഹൗദ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സിദ്ദീഖ് കടത്തിവിടണമേ, ഉമർ ഇബ്നുൽ ഖത്താബ് സമ്മതിക്കണമേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സമ്മതം വേണേ, അലിയാർ തങ്ങളൊന്ന് മൂളണേ റളിയല്ലാഹു അൻഹും. അല്ലാതെ എന്റെ ഹൗദ് നിങ്ങൾക്ക് കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുക്കളായ ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. മഹബ്ബത്ത് കൊണ്ട് ഖൽബിനെ തിളക്കം തരണേ അല്ലാഹ്. റമളാൻ ഞങ്ങളിലേക്ക് വരികയാണ്. ഞങ്ങളെ ഖൽബ് നന്നാക്കാൻ, തൗബ നേടാൻ, കറകൾ നീക്കി ഖൽബിലെ മഹബ്ബത്ത് ഫില്ല് ചെയ്യാൻ ഞങ്ങൾക്ക് കാരണമാക്കണേ അല്ലാഹ്. ഔലിയാക്കളെ സ്നേഹിച്ച് അവരെ വഴിയിൽ പിന്തുടർന്ന് ഖാജാ തങ്ങളെ മദദ് പറഞ്ഞ് അവരിലായി ചേർന്ന് അവരെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. അവരുടെ കൊടുക്കീലായി ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൈറായ മുറാദുകളെ ഹാസിലാക്കണേ റബ്ബേ. വിഷമങ്ങൾ തീർക്കണേ അല്ലാഹ്. ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, വറഅ, ഖൗഫ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആഫിയത്തോടെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, ത്വഅത്തിലായി, ഇഖ്ലാസോടെ ആഫിയത്ത് തന്ന് ദീർഘായുസ് തന്ന് മരണം ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി ഖൽബിലെങ്കി തൗബ ചെയ്ത് ഞങ്ങളെ നേതാവ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര മുഖം കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.